സിഗ്മണ്ട് ഫ്രോയിഡും വിൽഹം ഫ്ലീസും തമ്മിലുള്ള അപൂർവ സൗഹൃദം. ബെർലിനിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു ENT സർജനായിരുന്നു വിൽഹം ഫ്ലീസ്. 1987 വിയന്നയിൽ വെച്ച് ബ്രോയർ അദ്ദേഹത്തെ ഫ്രോയിഡിന് പരിചയപ്പെടുത്തി. അന്നു മുതൽ ഫ്ലീസ് ഫ്രോയിഡിൻ്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തായി തീർന്നു. 15 വർഷക്കാലം ഇരുവരും പരസ്പരം കത്തുകളിലൂടെ ആശയവിനിമയം നടത്തിയിരുന്നു. ഫ്രോയിഡ് തൻ്റെ പല രോഗികളെയും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞുവിടുമായിരുന്നു. 1904 തൻ്റെ ഒരു സിദ്ധാന്തത്തിൻ്റെ വിശദാംശങ്ങൾ ഫ്രോയിഡ് മറ്റൊരാൾക്ക് ചോർത്തിക്കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഫ്ലീസ് ഫ്രോയിഡിൽ നിന്നകന്നു. ഫ്രോയിഡ് ഫ്ലീസിനെ കൊല്ലാൻ ശ്രമിച്ചെന്നുവരെ പ്രചരിച്ചിരുന്നു. വിചിത്രമായ ഫ്രോയിഡ് ഫ്ലീസ് ബന്ധത്തിൽ മനോരോഗ ലാഞ്ചനകൾ ആരോപിക്കുന്നവരുണ്ട്. പിണങ്ങിപ്പിരിഞ്ഞ ശേഷം ഫ്ലീസിനോട് ഫ്രോയിഡ് പ്രകടിപ്പിച്ച രോഷം സ്വന്തം പിതാവിനോടുണ്ടായിരുന്ന ഉള്ളിലൊതുക്കപ്പെട്ട വിദ്വേഷത്തിൻ്റെ പുനരാവിഷ്കാരമാണെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഫ്ലീസ് തനിക്കയച്ച കത്തുകൾ ഫ്രോയിഡ് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ഫ്രോയിഡിൻ്റെ കത്തുകൾ ഫ്ലീസ് 1928 തൻ്റെ മരണം വരെ സൂക്ഷിച്ചിരുന്നു. അതിനുശേഷം ഫ്രോയിഡിൻ്റെ ചില ഗവേഷണ കുറിപ്പുകളടക്കം മൊത്തം 284 കത്തുകൾ ഫ്ലീസിൻ്റെ ഭാര്യ ഒരു പുസ്തക വ്യാപാരിക്ക് വിറ്റു. ഫ്രോയിഡിൻ്റെ സുഹൃത്തായിരുന്ന മേരി ബോണപ്പാർട്ട് അതെല്ലാം കൂടി അയാളിൽ നിന്നും വിലയ്ക്ക് വാങ്ങി. ഫ്രോയിഡിൻ്റെ വിലക്ക് ലംഘിച്ച് അവരത് സൂക്ഷിച്ചു. ഫ്ലീസിനുള്ള ഫ്രോയിഡിൻ്റെ 168 കത്തുകൾ ദ ഒറിജിൻസ് ഓഫ് സൈക്കോ അനാലിസിസ് എന്ന പേരിൽ 1950 അന്ന ഫ്രോയിഡ് പ്രസിദ്ധീകരിച്ചു.